നല്ല രസമുള്ള ഒരു സംഭവമുണ്ട് ദജ്ജാലിനെ കുറിച്ച്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു, ശരിക്കും ശ്രദ്ധിക്കണം. തമീമുദ്ദാരി കാന നസ്റാനിയൻ, മഹാനവർകള് നസ്റാനിയായിരുന്നു. ആദ്യം മസീഹിയായിരുന്നു, പിന്നെ മുസ്ലിമായി. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞൊരു സംഭവമാണ്. തമീമുദ്ദാരിയുടെ പഴയ കാലഘട്ടത്തിൽ, അഥവാ ഇസ്ലാമിന്റെ മുമ്പ്, മഹാനവർകളും ഒരു 30 ആളും കൂടി ഒരു യാത്ര പോയി, ഒരു സമുദ്ര സഞ്ചാരം. 30 ആളുകൊണ്ട് കൂടെ ഒരു യാത്ര പോവുകയാണ്. ഇതിൽ ഒരുപാട് രസമുണ്ട്. ഞാനതായത് പറയാൻ തയ്യാറായത്. ആ യാത്രക്കിടയിൽ, ഞാൻ ആ ഹദീസൊന്നും അങ്ങനെ വിശദീകരിക്കുന്നില്ല, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ്. യാത്ര പോകുന്നതിന്റെ ഇടയ്ക്ക് കടലല്ലേ, പഴയ പായ കപ്പലും അല്ലേ, ദിശ മാറി കാറ്റടിച്ചു. വലിയ വലിയ ഓളങ്ങളും മൗജുകള്, യമൂജു അലൈഹിമുൽ മൗജു മൗജ, വല്ലാണ്ടിങ്ങനെ കറങ്ങി, പിന്നെ തിരമാലകൾ അടിച്ച് വീശി. ഇവരെ പിടുത്തം വിട്ടു. എന്തിന്റെ പിടുത്തോ? ഈ വണ്ടിന്റെ പിടുത്തം, സഫീനത്തിന്റെ, കപ്പലിന്റെ, പായക്കപ്പൽ പിടുത്തം വിട്ടു. മൂപ്പർക്ക് തോന്നിയ മാതിരി എല്ലാം പായക്കപ്പൽ പോകാൻ തുടങ്ങി. അവസാനം ഇവരെവിടെ എത്തിയെന്ന് ചോദിച്ചാല്, ഒരു ജസീറ, ഒരു ദ്വീപ് കണ്ടു. ആ ദ്വീപിലെത്തി. പായക്കപ്പൽ അവിടെ അടുത്തു. ഇവർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നോക്കുമ്പോണ്ട് അവിടെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നു, ഒരു ജന്തു. എനിക്ക് ഭാഷ അറിയത്ത, ഞാൻ എന്നാലും പറഞ്ഞ ഒരു ജന്തു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കേൾക്കണില്ല നിങ്ങളൊച്ച? ഐലൻഡ് തന്നെ. അപ്പൊ ഒരു ജന്തു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ജസ്സാസാൻ. ചിലർക്കൊരു സംശയം ഉണ്ടായിനി, ഈ മുജാഹിദീങ്ങള് ആ ജസ്സാസിന്റെ ഹദീസിനെ കുറിച്ച് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അതൊക്കെ നമ്മളിങ്ങനെ വിശ്വസിക്കുക. എന്താ ഈ ജസ്സാസ് എന്ന് പലർക്കും തിരിഞ്ഞിട്ടില്ല. ഇനി ജസ്സാസിന്റെ ചിലര് വിചാരിച്ചു ഏതോ ഹദീസിന്റെ റാവി എന്നാ, ചിലര് വിചാരിച്ചു ഏതോ ഹദീസിന്റെ റാവി എന്നാ. അങ്ങനെ പലരും എന്നോട് മുമ്പേ ചോദിച്ചിരുന്നു എന്താണ് ഈ ജസ്സാസാന്ന്. സംഭവം ഇതാണ് ജസ്സാസ്. ഇതിന്റെ പേരാണ് ജസ്സാസ. ഈ ചെന്തുവിന്റെ പേര് കേട്ടില്ലെങ്കിൽ ഈ ഹദീസ് വഹാബി നിഷേധത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അതിലേക്ക് കടക്കണില്ല, അതിന്ന് പറഞ്ഞാൽ തീരൂല. ഞാൻ ഈ ദജ്ജാലിനെ കുറിച്ച് പറയാണ്. ഈ ജസ്സാസ് എന്നാണ് ഇതിന്റെ പേര്, ഈ ജന്തുവിന്റെ പേര്. ഈ ജന്തുവിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് നിറയെ രോമാണ്. ഹദീസ് 1 by 1 ലഫ്ളം ബി ലഫ്ളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സമയമില്ല. ജന്തുവിന് നിറയെ രോമാണ്. ഇതിന്റെ മുന്നേതാ ബേക്കേതാന്നൊന്നും തിരിയൂല. ആ രൂപത്തിൽ നിറയെ രോമമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇറ്റുങ്ങൾ ചെന്നിട്ട്, ഈ 30 ആള് പിന്നെ ചെന്നിട്ട് ഇതിനോട് ചോദിച്ചല്ല എന്താ പരിപാടി ചോദിച്ചു. അവർ ഞാനേ എന്റെ പേര് ജസ്സാസ, ഞാൻ ജസ്സാസയാണ് പറഞ്ഞു. ആഹാ, ഇത് ജസ്സാസയാണല്ലേ, എന്താ പരിപാടി? ഇങ്ങക്കേ ഒരാളെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതിങ്ങനെ കഴുത്തുണ്ടാക്കി കണ്ടിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ 30 ആളെ കൂട്ടിക്കൊണ്ടുപോയി വലിയൊരു മലമടക്കിന്റെ ഉള്ളിലേക്ക് ഈ കൂട്ടിക്കൊണ്ടുപോയി. കേക്കണം, അവിടെ ഉണ്ട് നോക്കുമ്പോ ഒരു ചങ്ങാതി. ഇതിന്റെ ഉള്ളിലുണ്ട് ഒരാളിരിക്കണു. എന്താ ആളവസ്ഥ എന്ന് വെച്ചാ പെരുംജാതി മനുഷ്യനാണ്. പെരുംജാതി മനുഷ്യൻ അവിടെ ഇരിക്കണ്. അത്ര വലിയ മനുഷ്യന്മാരെ കാണാൻ പണിയാ. അങ്ങനെ വലിയ മനുഷ്യനുണ്ട് അതിന്റെ ഉള്ളിലിരിക്കണ്. എന്നിട്ടോ ഓന്റെ കൈയുണ്ട് പിന്നിലേക്ക് പെരടിയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റേ ഇത് പിന്നെ അവൻ പെടി ചെയ്തിട്ട് കാലും മേലേക്കും കൂട്ടിക്കെട്ടിയിട്ട് ഒരു മനുഷ്യനുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഉടനെ ചോദിച്ചല്ല ഇതെന്താ, ആരാണ്, എന്താണ്, എങ്ങനെയാണ് വിടേന്ന്? ആ അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ വന്നു ഇവരുടെ അടുത്തുനിന്ന്. ഇവരൊന്നും സഹാബികളൊന്നും അല്ല. ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല എന്ന് അറിയാമാണോ, നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ടോ തിരിഞ്ഞിത്തട്ടാൻ വന്നതാണോ എന്ന് മൂപ്പര തിരിച്ചുള്ള ചോദ്യം. നിങ്ങൾ ആരാന്ന് എനിക്ക് പറഞ്ഞു തരണം, അയാളുടെ ചോദ്യം. അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങളെ നഹനു ഉനാസും മിനൽ അറബ് റകിബ്ന ഫീ സഫീനത്തിൻ ബഹരിയ ഫസാദഫനൽ ബഹറു ഹത്താ ഖതലമ ഫലഅബ്നൽ മൗജു ഷഹ്റ. ഒരു മാസത്തോളം ഞങ്ങൾ ആകെ എടങ്ങാറായി, കട്ടകാലത്തിലായി, എല്ലാം കൂടി ഇവിടെ അടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു. വിഷയം വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ജസ്സാസിനെ കാണുന്നത്, ജസ്സാസയാണ് ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നും പറഞ്ഞു. അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ നിങ്ങൾ അറബികളാണ്. ഈ ആൾക്ക് മനസ്സിലായില്ലോ, ഈ അറബിയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതൊന്ന് പറഞ്ഞു തരുങ്ങൾ ചോദിച്ചു. ഈ പിന്നിലേക്ക് കെട്ടിയിടപ്പെട്ട ഈ മനുഷ്യനെ,
ഈ മനുഷ്യൻ പറയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ട്, ആ സംശയങ്ങളൊന്ന് തീർത്തു തരുമോ ചോദിച്ചു. അവർ ചോദിച്ചു എന്താ ഇപ്പൊ നിങ്ങളെ സംശയം പറയും. അന്നേരം പറയാണ് ഇയാളുടെ ഫസ്റ്റ് നമ്പർ ചോദ്യം, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ. അല്ല, ബൈസാനില് ഒരു ഈത്തപ്പനത്തോട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ? ബൈസാൻ അവിടെ ഒരു ഈത്തപ്പനത്തോട്ടുണ്ടല്ലോ, ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് നമുക്ക് പറഞ്ഞു തരുമോ ചോദിച്ചു ഇയാള്. അപ്പൊ ഇവർക്കൊരു സംശയം, അതിനെപ്പറ്റി ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൻ അയ്യ ഷൈഇൻ ഹാ തസ്തഖ്ബിറു. അല്ല, അതിനെ എനിക്ക് അറിയിച്ചാൽ കുറിച്ച് അല. ഇയാളെ മറുപടി അസ്അലുക്കും അൻ നഖ്ലിഹ ഹൽ യുസ്മിറു. അല്ല, അവിടുത്തെ ഈത്തപ്പനൊക്കെ കായ്ച്ചിട്ടുണ്ടോ ചോദിച്ചു. അവിടുത്തെ ഈത്തപ്പനൊക്കെ കായ്ച്ചിട്ടുണ്ടോ ചോദിച്ചു. കൊല്ല, ഞങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ അവിടെ ഈത്തപ്പനൊക്കെ കായ്ച്ചല്ലായിരുന്നു. എന്നാലേ അത് ശരി, അതൊക്കെ കായ്ക്കലൊക്കെ കഴിഞ്ഞില്ലേ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു, അങ്ങനെ പോരാ. പിന്നെ മൂപ്പരിക്കുള്ളൊരു ചോദ്യമുണ്ട്, എന്ത്? അല്ല, തിബിരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു ചോദിച്ചു. തിബിരിയയിലെ നദിനെ കുറിച്ച് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു. അപ്പൊ ഇവര് വീണ്ടും ചോദിച്ചു, തിബിരിയയിലെ നദിനെ കുറിച്ച് എന്താ എനിക്ക് അറിയണ്ടേ? അപ്പൊ പറയാണ്, അല്ല അതിൽ വെള്ളം ഉണ്ടോ? തിബിരിയ നദിയിൽ ഇപ്പം വെള്ളം ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഇവര് പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് വെള്ളം ഉണ്ടല്ലേ, എന്നാ പോയിക്കോളുന്ന. ആയിക്കോട്ടെ. എന്നിട്ട് വീണ്ടും ചോദ്യം, അല്ല സഹർ നദി എന്നിട്ടൊരു നദിയുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരും. അതിലും വെള്ളമുണ്ടോ ചോദിച്ചു. പിന്നെ അല്ല, അതിന്റെ അടുത്തുള്ള ആളുകളൊക്കെ ഇപ്പോ കൃഷി ചെയ്യുന്ന അതിലുള്ള വെള്ളം കൊണ്ട് ഞാണോ? അപ്പൊ പറഞ്ഞു, പിന്നെ അതിലുള്ള വെള്ളം കൊണ്ടല്ലേ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ മുഴുവൻ കൃഷിക്ക് ഉപയോഗിക്കണേ. ശരി. അവസാനം ഇയാളെ ചോദ്യം എന്താ അറിയോ? അല്ല, അഖ്ബിറൂനി അൻ നബിയ്യുൽ ഉമ്മിയീൻ മാ ഫഅൽ. അല്ല, ഒരു നബിയുൽ ഉമ്മി വന്നിട്ടുണ്ട്, എന്താണ് മൂപ്പർ ചെയ്തത്, അതൊന്ന് പറഞ്ഞു ചോദിച്ചു. അന്ത്യപ്രവാചകരെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമെന്ന്. അവര് പറഞ്ഞു, പിന്നെന്താ, മക്കത്തുനിന്ന് പോയി മദീനത്ത് എത്തിയിട്ടുണ്ട്. മക്കത്തുനിന്ന് പോയി മദീനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇയാളെ ചോദ്യം, അല്ല മൂപ്പരോട് കൂടെ അറബികൾ യുദ്ധം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. പിന്നെ യുദ്ധവും നടന്നു എന്നറിഞ്ഞു. അപ്പൊ പിന്നെ ഇയാളെ ചോദ്യം, എന്നിട്ട് എന്തേ ഉണ്ടായത് ചോദിച്ചു. ഇവർ ഈ വിഷയങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. എന്താണ് പിന്നെ അറബികളും റസൂലുള്ളയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, അതൊക്കെ നീണ്ട സംഭവങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോണില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇവര് ചോദിച്ചു, അല്ല ഇനിയിപ്പോ നിങ്ങളെപ്പറ്റി അമ്മക്കൊന്നും അറിയണല്ല, എന്താണ് നിങ്ങളാരാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, ഇതൊന്നും നമ്മക്കും പറഞ്ഞു തരി. ഇത്രയും ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാണ്, അനൽ മസീഹ് ദജ്ജാൽ, ഞാനാണ് മസീഹ് ദജ്ജാൽ, ഞാനാണ് ആ സാധനം. മസീഹ് ദജ്ജാൽ ഞാനല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടേ, ഞാനേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി സമയം കാത്ത് കുത്തിരിക്കുകയാണ്. ഇവിടെ എപ്പോഴാണ് പുറത്തേക്ക് വരേണ്ടത് വെച്ച് കാത്ത് കുത്തിരിക്കുകയാണ്. ഓരോ സ്ഥലവും ഞാൻ ബാക്കി വെക്കൂലട്ടോ, എല്ലാ സ്ഥലത്തും എന്റെ പാദം പതിയും. 2 സ്ഥലമൊക്കെ മക്കാവ ത്വയ്ബ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാനെത്തും. അവിടെ 2 ഞാൻ കയറൂല, അതെനിക്ക് മുഹറമത്താണ്. ഞാൻ കയറാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചാൽ അതിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും മലായിക്കത്തിന്റെ സങ്കേതമുണ്ടാകും, അതിന്റെ എന്തുണ്ടാകും, പിന്നെ കാവലുണ്ടാകും. ഞാൻ അങ്ങോട്ട് കയറുമ്പോ ഓരോ തട്ട് വരും, ആ തട്ടിന് ഞാൻ തെറിച്ചു പോകും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മക്കത്തും മദീനത്തേക്കും എനിക്ക് കയറാൻ പറ്റൂല. നബിതങ്ങൾ പറയാണ് ഈ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളോട് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടക്കത്തിൽ തന്നെ ലയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാഹു, നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോകരുത്, അവിടെ ഇരിക്കുകയായിരുന്നു. അതദറൂന ലിമാ ജമഅതുകും, ഞാൻ എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെന്ന് വല്ല പിടുത്തോണ്ടോ? എന്താ പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും, ഒരാളും പോകരുത്. ഈ സംഭവം പറയാനാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ അവസാനം പറയാണ്, ഈ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ, മദീന.
ഏത് ദജ്ജാല് കയറാത്ത സ്ഥലം ദജ്ജാല് കയറൂലെന്ന് പറഞ്ഞില്ലേ, അത് ഈ ത്വയ്ബയാണ്. ഇതാണ് ത്വയ്ബത്തുൽ മദീന. മദീന എന്ന ത്വയ്ബ, ഇവിടെ ദജ്ജാലിന് പ്രവേശനമില്ല. അല ഹൽ കുന്തു ഹദ്ദസ്തുകും ദാലിക, ഞാനിത് നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ? ഫഖാല അന്നാസു നഅം, അതെ അറിയിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇബനാണ് ദജ്ജാല്. ദജ്ജാലിനെ കുറിച്ച് ചോദിച്ച ആൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയോ ദജ്ജാല് എന്താണ് എന്നുള്ളത്? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു. സാഫിബ്നു സയ്യാദ് എന്നാണ് മൂപ്പരെ പേര്. സഹാബത്തിന്റെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. ഒറ്റ കണ്ണനാണ്. എല്ലാ രൂപത്തിലും ദജ്ജാലിന്റെ എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ നേരത്തെ മഞ്ചാടി പറഞ്ഞിരുന്നു, അതിലേക്കും ഞാൻ കടക്കണില്ല, സമയമില്ല. അപ്പൊ ആ ദജ്ജാലിന്റെ സർവ്വവിശേഷണങ്ങളും ഒറ്റ ഒരാള് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു. കേൾക്കാമോ എന്റെ ശബ്ദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഡൗട്ട് ഇനി നബി തങ്ങൾക്ക് ഉറപ്പാണോ എന്ന് നമുക്കറിയില്ല, അല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിഷയത്തിൽ ലാഹിരിയായ സംശയമാണ് പ്രകടിപ്പിക്കുന്നത് കാണുന്നത്, അല്ലാഹു ആലം. നബി തങ്ങൾക്ക് അത് ഉറപ്പായിട്ടുണ്ടോ അറിയില്ല, വല്ലാഹു ആലം. വലാകിൻ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംശയം വന്നിരുന്നു എന്നാണ്. ശക്കൻ നബിയോ എന്നാണ് പ്രയോഗം കാണുന്നത്. സംശയം വന്നിരുന്നു, ഈ മനുഷ്യൻ ദജ്ജാലാണോ അല്ലേന്ന്. നബി തങ്ങൾ എന്തായാലും ഇതൊന്ന് തീരുമാനാക്കണല്ല, ഇവൻ ദജ്ജാലാണോ അല്ലേന്ന്. എന്തായാലും പോകാൻ തീരുമാനിച്ചു. ആരെടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു? കേൾക്കണില്ല. അവന്റെ പേരെന്താണ് ചങ്ങായിമാരെ പറയും? അത് ശരി, അതെല്ലാം കേട്ടിട്ടങ്ങ് പോയാ പോരാലോ. എന്താണ് പേരെന്താണ്? ആരാണത്? ആളെ പേരെന്താണ് എനിക്കറിയില്ല കേട്ടോ. സാഫിബ്നു സയ്യാദ് എന്നാണ്, ഇബ്നു സയ്യാദ് എന്നാണ് പറയുക. ഇബ്നു സയ്യാദ്. ആ ഇബ്നു സയ്യാദിന്റെ അടുത്തേക്ക് നബി തങ്ങൾ പോകാൻ തീരുമാനിച്ചു. കൂടെ ഉമറുൽ ഫാറൂഖ് തങ്ങളുമുണ്ട്. രണ്ടാളും പാടെ അങ്ങനെ പോയി. വസല ഇലാ ഹിസ്നി ഇബ്നു സയ്യാദ്. ഇബ്നു സയ്യാദിന്റെ കോട്ടന്റെ അടുത്തേക്ക് നബി തങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഭയങ്കര അത്ഭുതം ഉണ്ടായി. നബി തങ്ങൾ മരത്തിന് മാറിയിട്ടാ പോയത്. ഇവൻ കാണാതിരിക്കാൻ വേണ്ടി, ഇബ്നു സയ്യാദ് കാണാതിരിക്കാൻ വേണ്ടി മരങ്ങൾക്കിടയിൽ മാറി ഇബ്നു സയ്യാദിന്റെ അടുത്തേക്ക് എത്തി. ഇതിങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ഇബ്നു സയ്യാദിന്റെ ഉമ്മയും ഞാൻ ആ വിശദീകരിച്ച് പറയുന്നില്ല. ഇബ്നു സയ്യാദിന്റെ ഉമ്മ ഒരൊറ്റ അട്ടഹാസാണ്. ഇബ്നു സയ്യാദെ, ഇതാ മുഹമ്മദാണ് വന്നത്, പടച്ചോനെ മുഹമ്മദാ വന്ന് ഇന്നെ തിരിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. കണ്ടാ, ആര് പറയാണ്? മനസ്സിലായോ? ഇബ്നു സയ്യാദിന്റെ ഉമ്മ പറയാണ്, മോനെ ഇബ്നു സയ്യാദെ, ഇതാ മുഹമ്മദാണ് ഈ വന്നത്, ഇബ്നു സയ്യാദെ ഇന്ന മനസ്സിലായിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ല? ഇബ്നു സയ്യാദിന്റെ ഉമ്മ കണ്ടപ്പോഴത്തേക്ക് ആദാ മുഹമ്മദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നബിതങ്ങൾ പറഞ്ഞു, അല്ല എനിക്കേ ഓന്റെ കാര്യം തിരിയാൻ വേണ്ടി തന്നെയാണ് വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ആ തീരുമാനാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നത് അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓൻ ദജ്ജാലാണോ അല്ലേന്ന് ഇപ്പൊ തിരിയണം, അതിനു വേണ്ടി ഞാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു സയ്യാദിനെ വിളിച്ച്, ഇബ്നു സയ്യാദ് അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നബിയാന്നുള്ള കാര്യം വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഇബ്നു സയ്യാദിന്റെ മറുപടി, പിന്നെന്താ, എനിക്കറിയാലോ നിങ്ങൾ നബിയാന്ന്, നിങ്ങൾ നബിയാന്നൊക്കെ എനിക്കറിയാം, അതെനിക്ക് വിശ്വാസം തന്നെയാണ്. ആരൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾ നബിയാന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. കാരണം മൂപ്പര് ദജ്ജാലാണല്ലോ, മൂപ്പർക്ക് ഈ കാര്യങ്ങളൊക്കെ മുമ്പേ അറിവുണ്ട്. ഇത് റസൂൽ തന്നെയാണ്, യാതൊരു സംശയവും. എനിക്ക് നല്ല അറിവുണ്ട്, നിങ്ങൾ അള്ളാന്റെ റസൂൽ തന്നെയാണ്, അള്ള പറഞ്ഞാച്ച നബി തന്നെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം, നന്നായിട്ട് അറിയാറുണ്ട്. ശരി, ഇബ്നു സയ്യാദിനോട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അല്ല ഇബ്നു സയ്യാദെ, അള്ളാഹു ഇലാഹാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഇവൻ പറഞ്ഞു, അള്ളാനെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, റസൂലുള്ളാനെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അള്ളാനെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, റസൂലുള്ളാനെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് ഇവൻ പറഞ്ഞു. കാരണം ഇവൻ അറിയുന്ന കാര്യമാണ്. ഇവൻ അറിയാത്തൊരു വിഷയമല്ല മുഹമ്മദ് റസൂലുള്ളാഹ് നബിയാണെന്നോ അള്ളാഹു ഇലാഹാണെന്നോ ഇബ്നു സയ്യാദിന് അറിയാതിരുന്നിട്ടില്ല. ഇബ്നു സയ്യാദിന് അറിയാം, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെന്നാൽ ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഇവന്റെ വർത്താനത്തിൽ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഒരു ഒഴിഞ്ഞു കഴിഞ്ഞ വർത്താനങ്ങൾ ഇങ്ങനെ പറയുന്നത്.
നബിതങ്ങൾ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇന്റെ സംസാരത്തിൽ സംതിങ് ട്രബിൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നീ നിന്റെ സംസാരത്തിൽ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് നബി ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു അദ്ദോഹ് ദോഹ് ദോഹ് എന്ന് പറഞ്ഞു. ഇവൻ പ്രയോഗിച്ച വാക്ക് ദോഹ് 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 എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, അതാണില്ലേ, അങ്ങനെയുള്ളൊരു വർത്താനാണില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നബിക്ക് നേരെ, നബിയെ എന്തായാലും എന്താ ഈ സംഭവം, ദോഹ് 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 പറഞ്ഞത് എന്താ പഠിക്കല്ലോ, ഇത് മാത്രം എനിക്ക് തിരിഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞു, അത് ദുഹാൻ എന്നതൊന്ന് ചുരുക്കിയതാണ്. മനസ്സിലായോ? ദുഹാൻ എന്നതൊന്ന് ചുരുക്കി പറഞ്ഞതാണ്. ദൂഹ് ദൂഹ് ദുഹ് അഥവാ ഖിയാമത്ത് നാളിന്റെ മുമ്പ് പുക ഇറങ്ങാനുണ്ട്. സൂറത്ത് ദുഹാനിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോണില്ല, എന്തായാലും നീട്ടി പറയാൻ ഉദ്ദേശവുമില്ല. ഏതായാലും ഉമർ ഇബ്നുൽ ഖത്താബിന് കാര്യം മനസ്സിലായി, ഇത് തന്നെയാണ് സംഭവം. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നബിയെ ദാനി ഒന്ന് ഒരു അവസരം തരണം, എന്നാലേ അഖ്തഉ നബിയെ ഞാനേ ആ പരിപാടി അങ്ങോട്ട് തീർക്ക വിടയാറിന്, ആ പരിപാടി ഞാനോട് ഇവിടെ തീർക്കാറിന്. നബി പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമറെ വിട്ടേക്ക്, എന്തിനാത്? കാന ഹുവ ദജ്ജാൽ ഫലൻ തുസല്ലിത അലൈഹി, അല്ല ദജ്ജാലാണെങ്കിൽ നിന്നെ അതിനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, ദജ്ജാലാണെങ്കിൽ ഈസലഹില്ലേ പണി എടുത്തോട്ടെ. അതുപോലെ തന്നെ ഇനി ദജ്ജാൽ അല്ലെങ്കിലോ ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, കൊന്നിട്ട് എന്ത് കാര്യമുള്ളത്? മനസ്സിലായോ? അതുകൊണ്ട് ഓനെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും അന്നത്തെ ദിവസം മുതൽ ഇബ്നു സയ്യാദിന്റെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പിന്നെ ഒരു ചെറിയൊരു പ്രളയ സമയത്ത് ഇബ്നു സയ്യാദ് അപ്രത്യക്ഷനാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടെ ഇല്ലായിരുന്നു ഇബ്നു സയ്യാദ് മക്കയിൽ നിന്നൊരു ചെറിയ പ്രളയത്തിൽ ഇബ്നു സയ്യാദ് ഒരു രാത്രിയിൽ അപ്രത്യക്ഷനായതാ. പിന്നെ ആരും ഇബ്നു സയ്യാദിനെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇബ്നു സയ്യാദിനെ പിന്നെ ആരും കണ്ടിട്ടില്ല, കൂട്ടാളികളും കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. അന്നോ പ്രളയത്തിൽ മുങ്ങിയതാ. പിന്നെ കണ്ടത് ആരാണ്? തെമീമുദ്ദാരിയാണ്. പക്ഷെ അത് എവിടെയാണെന്ന് പറയാൻ തെമീമുദ്ദാരിക്കും അറിയില്ല. കാരണം കപ്പല് ദിശ മാറി അടിച്ച് പോയതല്ലേ. ആ പോയ സമയത്ത് ആ ജസീറയിലാണ് കണ്ടിട്ടുള്ള, ഐലൻഡിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും വിഷയം ഇതാണ്. നബി തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് വ്യക്തമായി എല്ലാ നബിമാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അൽ മസീഹു ദജ്ജാലിനെ വലിയ ആളാണ്, അത് വലിയ ആളാണ്, സംഭവമൊക്കെ തന്നെയാണ്, എന്തായാലും ധാരണ നൽകിയിട്ടുണ്ട്. കാരണം ദജ്ജാലി വരും, ദജ്ജാലി വന്നു കഴിഞ്ഞാൽ അവൻ ഇലാഹാണെന്ന് പറയും. ഞാൻ ഹദീസിലേക്കൊന്നും പോണില്ല കേട്ടോ. അന്ന് കുട്ടിയായിരുന്നു, ഇപ്പൊ വലിയ പെരിയ മനുഷ്യനായില്ലേ. അന്ന് കുട്ടിയായിരുന്നു, ഇപ്പൊ പെരിയ മനുഷ്യനായില്ലേ. അപ്പൊ ഏതായാലും ചുരുക്കം പറയാം, ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു ആലം, അതറിയില്ല. ആ ഐലൻഡ് എവിടെയാണെന്ന് അവർക്കും പറയാൻ അറിയില്ല. കാരണം ദിശ മാറി അടിച്ചു പോയതല്ലേ കാറ്റ്. പിന്നെ ഇവിടത്തേക്കാണ് പോയ വഴിയല്ല തിരിച്ചു വരുന്നത്. ബഹറാണ്. തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും നമ്മളെ എന്തില്ലെങ്കിൽ പിന്നെ വടക്ക് നോക്കി യന്ത്രം ഇല്ല എങ്കിൽ മനസ്സിലാവില്ല. ആ രൂപമാണ് ബഹറിന്. അപ്പൊ തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ എന്ന് പോലും ബഹറിന്റെ നടുവിലും അതുപോലെ തന്നെ സഹറാന്റെ നടുവിലും പെട്ടവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല, പ്രത്യേകിച്ച് രാത്രി. ഓക്കെ, അപ്പൊ ഞാൻ ഇത് വിഷയത്തിലേക്ക് വന്നത്, ഈ ദജ്ജാല് വരുമെന്നും ദജ്ജാല് അഇവറാണ്. നബി തങ്ങൾ പറഞ്ഞു അഇവറാണ്, ഒറ്റക്കണ്ണൻ എന്നും. ആ ഒറ്റക്കണ്ണ് തന്നെ ഉണ്ടക്കണ്ണാണ്, പുറത്തേക്ക് ഭീകരമായ ഉണ്ടക്കണ്ണാണ് അത്. അവന്റെ പിന്നെ രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള ആ സ്ഥാനം ജബഹത്തിലായി നെറ്റിത്തടത്തിൽ കുഫ്ർ അല്ലെങ്കിൽ കഫറ എന്ന് ലിഖിതം ഉണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ടാ പറഞ്ഞത്. ദജ്ജാൽ വന്നിട്ട് അനൽ ഇലാഹ്, ഞാനാണ് അല്ലിലാഹ്, ഞാനാണ് പടച്ചോൻ, ഞാനാണ് അള്ളാന്ന് പറയുന്നാണ്. മനസ്സിലായോ? ഞാനാണ് അള്ളാന്ന് പറയുന്ന ആ അള്ളാന്ന് പറയുമ്പോഴേ നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. പടച്ചോൻ ഒരിക്കലും അഴവറല്ല, ഉണ്ടക്കണ്ണനോ പൊട്ടക്കണ്ണനോ ഒറ്റക്കണ്ണനോ അല്ല നിങ്ങളെ പടച്ചോൻ. അതുകൊണ്ട് നിങ്ങൾ അതിൽ പെട്ട്
പോകരുതേ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അവൻ വന്നിട്ട് എന്ത് ചെയ്യും? ആകാശത്തോട് പറയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. ഇംതിർ എന്ന് പറയും. എന്ന് പറയുമ്പോൾ ആകാശം മഴ വർഷിപ്പിക്കും. ഭൂമിയോട് പറയും മുളപ്പിക്കുമെന്ന് പറയും. അപ്പൊ ഭൂമി മുളപ്പിക്കും. ജനങ്ങളോട് പറയും നിങ്ങൾക്കൊരു നബി പഠിപ്പിച്ചെന്ന പടച്ചവന്റെ അവസ്ഥ എന്താ? ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കും, ഭൂമിയിൽ നിന്ന് വസ്തുക്കളെ മുളപ്പിക്കും. ഇതൊക്കെയല്ലേ പഠിപ്പിച്ചു തന്നത്? ഞാൻ തന്നെയാണ് അല്ലാഹ്, കണ്ടില്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ മുജാഹിദീങ്ങൾ നേരത്തെ മഞ്ചാടി പറഞ്ഞ പോലെ പറയും അത് ശരി, ആകാശത്തുനിന്ന് ആരാണ്? മുഹ്യിദ്ദീൻ ഷേഖിനുള്ള കഴിവില്ലല്ലോ, റിഫായി ഷേഖിനും കഴിവില്ലല്ലോ, അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവല്ലേ ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുക. അത് ശരി. അപ്പൊ എന്നാണ് അള്ളാഹ്? കാരണം ഞങ്ങൾ ഇന്ന് വരെ പ്രചരിപ്പിച്ചതും വിശ്വസിച്ചതും പ്രവർത്തിച്ചതുമായ ആശയം അള്ളാഹ്ക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ എന്നാണ്. അപ്പൊ ശരി, നീ തന്നെയാണ് അള്ളാഹ്, കാരണം അള്ളാഹ്ക്ക് മാത്രമാണ്. മാത്രല്ല അത് കഴിഞ്ഞിട്ട് മുളപ്പിക്കൽ മാത്രല്ല, മരിച്ചോലെ ജീവിപ്പിക്കുന്നു. അത് ശരി, മരിച്ചോലെ കൂടി തീർന്നല്ല, ചത്തയ ചകത്തിന് ജീവൻ ഇടിച്ചവരെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒരുപാട് എതിർത്തല്ലേ, അതൊക്കെ ഖുറാഫാത്താണ്, അതൊക്കെ ഇതാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് തല്ലി കളിയാക്കിയതാണ് ഇവിടുത്തുള്ള ഖുറാഫികളെ. അതുകൊണ്ട് ഇതെന്തായാലും ചത്തച്ച് അകത്തിനെ ജീവൻ ഇടിച്ചിട്ടുണ്ട് നമ്മളെ മുന്നിൽ തന്നെ. അതുകൊണ്ട് ഇത് ചെയ്യും. ഇതന്നെയാണ് പഠിച്ചത്. ഓരിപ്പ് എന്തായാലും അഹ്സാബു ദജ്ജാലി മിനൽ ഖുദ്ദാമി, ദജ്ജാലിന്റെ പിന്നിൽ കൂടും. കാരണം ഓലെ വിശ്വാസവും ആദർശവും അതാണ്. അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകൾ ദജ്ജാലിൽ അവർ കണ്ട് അവർ ഓന്റെ വാലും പിടിച്ചു പോകും. പക്ഷെ നമുക്ക് അന്ന് അറിയാം പടച്ചോനല്ല ഇജ്ജ്. കാരണം പടച്ചോൻ എല്ലാത്തവർക്കും പടച്ചോൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇജ്ജെന്നും അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാർക്കും അങ്ങനെ അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈസ നബി അലൈഹിസ്സലാം എന്നൊക്കെ സുന്നിയക്കറിയാം, വഹാബിക്കറിയില്ല. വഹാബിന്റെ ആശയപ്രകാരം ഇങ്ങനെയാണ്. എന്തായാലും സക്കരിയ അല്ല. കാരണം ദജ്ജാല് ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പറഞ്ഞതിലൊന്ന് സക്കരിയാണ്. ആ ദജ്ജാലിങ്ങൾ വലിയ ദജ്ജാല് വരുന്നതിന് മുമ്പ് കുറെ കുട്ടി ദജ്ജാലുകൾ വരും. മനസ്സിലായില്ലേ? വലിയ ദജ്ജാലിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് കുട്ടി ദജ്ജാലിങ്ങൾ വരാണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞ യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂൻ. കുറെ ദജ്ജാലിങ്ങൾ വരും. അതിന്റെ ഒക്കെ വലിയ മൂപ്പം വരല അവസാനത്തിലാന്ന് മാത്രം. ആ കുട്ടി മൂപ്പന്മാരിൽ മൂപ്പനാണ് ആര്? സക്കരിയ, അതുപോലെ തന്നെ സലാം മൗലവി, അതുപോലെ തന്നെ അനീഫ് കായക്കുടി പോലുള്ള ദജ്ജാലിങ്ങളൊക്കെ. അതൊക്കെ അതിൽ കൂട്ടിയാൽ മതി. ഞാൻ വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എന്റെ ടൈം ഓവറാണ്. മാത്രമല്ല ചെറിയൊരു പനി എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നീട്ടി പറയേണ്ട സംഭവമാണ്. ബഹുമാനപ്പെട്ട വാക്കവി ഉസ്താദൊക്കെ നല്ല വയലിന്റെ ശൈലിയിൽ അങ്ങ് പറഞ്ഞെന്നുണ്ടല്ലോ, അപാരായിരിക്കും അവിടെ കിടക്കും. പിന്നെ എനിക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ മട്ടത്തിലും അത് എന്നെ കൊണ്ട് അറിയുന്ന മട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിഷയം എന്ന് പ്രതീക്ഷിക്കുക. വൽഹാസിലാണ് പറഞ്ഞത്. ഹദീസിന്റെ ലഫ്ളോ ബി ലഫ്ള് മഅനയോ അല്ല, ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു വൽഹാസിലാണ് വിശദീകരിച്ചിട്ടുള്ളൂ. ഹദീസ് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സമയമില്ല, ക്ഷമിക്കണം എന്ന് അറിയിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദുമാർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം. പ്രവർത്തകന്മാർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം എന്ന അഭ്യർത്ഥന. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.